പത്തിരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് പുട്ട് തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടി വെച്ചിട്ടും അതേപോലെ പത്തിരിപ്പൊടി നൈസ് പൊടി വെച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റ് പുട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള പൊടി എടുക്കുക. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഞാൻ സ്റ്റവിൽ വെള്ളം വെച്ച് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പുട്ടിനും പൊടി വാട്ടിയെടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമ്മൾ സ്റ്റവിൽ വെച്ച വെള്ളത്തിലേക്ക് നമുക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ഇതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിലായിട്ട് പൊടി വാട്ടിയെടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ ഇത് 2 മിനിറ്റ് അടച്ച് വെക്കാറുണ്ട്. അപ്പം നമ്മൾ പുട്ടിനാണെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ട് തണുത്തിരിക്കണം. അങ്ങനെ നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് പാകപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് തിരക്കുള്ള സമയമാണെന്ന് വെച്ചെങ്കിൽ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മളൊരു പരന്ന പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴേക്ക് ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ടാവും. സോഫ്റ്റ് പുട്ട് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ 2-3 എണ്ണം നമ്മളുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുട്ടിന് പൊടി നനക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഇത്. നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ട് പുട്ടുപൊടി തയ്യാറാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലും എളുപ്പമാർഗ്ഗമാണ് അറിയാത്തവർക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ. നമ്മൾ പൊടി വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വെള്ളം ചേർത്ത് അരക്കുന്ന ജാറല്ല കേട്ടോ, നമ്മൾ പൊടിച്ചെടുക്കുന്ന ജാറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതാ പൊടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 3 പ്രാവശ്യം, അതിൽ കൂടുതൽ ചെയ്യരുത്. അപ്പം നമ്മൾ വലത്തോട്ടല്ല ഇടത്തോട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലറിയാം 2-3 പ്രാവശ്യം ഇതൊന്ന് പൾസ് ചെയ്യുക. ഞാൻ 2 പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് പൊടി വാട്ടുന്നതിൽ വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൊടി നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടും ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി. നമുക്ക് പുട്ടുപൊടി നല്ല രീതിയിൽ തന്നെ തയ്യാറായി കിട്ടും. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ പത്തിരിക്ക് വാട്ടിയ അതേപോലെയുള്ള പൊടി ഇതേ രൂപത്തിലായി കിട്ടി. അപ്പം നമ്മൾ പൾസ് ചെയ്താൽ മാത്രമാണ് ഇതേപോലെ ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് കട്ട പിടിക്കുകയാണ് ചെയ്യുക. അതേപോലെ നമ്മൾ ചൂടാറാതെയാണ് ചെയ്തതെങ്കിലും അങ്ങനെ തന്നെയാണ് കട്ട പിടിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് നല്ല സോഫ്റ്റ് പൊടി കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൈ പോലും നനക്കാതെയാണ് നമ്മൾ ഈ പുട്ടുപൊടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഇതേ രീതിയിൽ പൊടി നനച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പൊടി വെച്ചിട്ടും സോഫ്റ്റ് പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.